CPI നേതാവിനെ CPIM ബ്രാഞ്ച് സെക്രട്ടറി മർദ്ദിച്ചതായി പരാതി. ചെങ്ങളായി പയറ്റിയാലിലാണ് സംഭവം. ഹൃദ്രോഗി കൂടിയായ CC റോയി ചുക്കനാനി എന്നയാൾക്കാണ് മർദ്ദനമേറ്റത്. ഇയാളെ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ ICUവിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് CPI ചെമ്മന്തൊട്ടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPI ചെങ്ങളായി പയറ്റിയാൽ ബ്രാഞ്ച് സെക്രട്ടറി CC റോയി ചുക്കനാനി എന്നയാൾക്കാണ് മർദ്ദനമേറ്റതായി പരാതിയുള്ളത്. ഇന്നലെ രാത്രി CPIM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് CC റോയിയെ മർദ്ദിച്ചത് എന്നാണ് CPI ആരോപിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ CC റോയിയെ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ ICUവിൽ പ്രവേശിപ്പിച്ചു. ഹൃദ്രോഗി കൂടിയായ ഇയാളെ അപായപ്പെടുത്താൻ കൂടിയാണ് ആസൂത്രിതമായ ഈ നീക്കം നടത്തിയത് എന്നാണ് CPI ആരോപിക്കുന്നത്. അയൽവാസിയുമായുള്ള റോഡ് പ്രശ്നവുമായുള്ള ഇടപെടലിന്റെ ഭാഗമാണ് മർദ്ദനം എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീകണ്ഠപുരം പോലീസിൽ പരാതി നൽകി. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് CPI ചെങ്ങളായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്പന്തൊട്ടിയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു. പ്രതിഷേധ യോഗത്തിൽ സരൺ KS സ്വാഗതം പറഞ്ഞു. CPI ചെങ്ങളായി ലോക്കൽ സെക്രട്ടറി PV ഷൈജു അധ്യക്ഷനായി. CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ളത്. റോയിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റോയി ആരാണെന്ന് ഈ പ്രദേശത്തെ ചെമ്മന്തൊട്ടിയുള്ള ആളുകൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ ഒരു അസുഖമുള്ള ഒരു ചെറുപ്പക്കാരനെ ഇരുട്ടിന്റെ മറവിൽ വന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് CPI മണ്ഡലം സെക്രട്ടറി C രവീന്ദ്രൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ശക്തിയുള്ള പ്രദേശമൊന്നുമല്ല. ഈ ആക്രമിക്കാൻ വന്നവർക്കും അത്ര വലിയ ശക്തിയുള്ള പ്രദേശമൊന്നുമല്ല. എന്നാൽ ഈ പാർട്ടിയെ വിശ്വസിച്ച് ഈ പാർട്ടിയുടെ കൂടെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഈ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സഖാവ് റോയി, അദ്ദേഹം ഒരു രോഗി കൂടിയാണ്. ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സഖാവാണ്. ആ സഖാവ് ആരുടെയും പെരടിക്ക് അങ്ങോട്ട് പോയി കയറുന്ന സ്വഭാവക്കാരനൊന്നല്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യവുമായിട്ടല്ല ഇന്ന് ആസ്പത്രിയിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളത്. നാട്ടിലേക്കുള്ള ഒരു റോഡിന്റെ വിഷയത്തിൽ അത് ഏതൊരു പൊതുപ്രവർത്തകനും ഏറ്റെടുക്കേണ്ടുന്ന വിഷയം, അതിൽ റോയി ഇടപെട്ടു എന്നുള്ളത് ചില ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒന്നും മറ്റു രീതിയിൽ നേടാൻ അവർക്കില്ല. എന്നാൽ അതങ്ങ് മുടക്കിക്കളയാ എന്ന രീതിയിലുള്ള പ്രവർത്തനവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. റോയി ആ വഴി നന്നായി പോകണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പാർട്ടിയാണ് CPI ഈ മേഖലയിൽ. ഞങ്ങൾക്കറിയാം, ഇനി വലിയ പാർട്ടി എന്ന് പറയുന്ന അവരുടെ മൊത്തത്തിലുള്ള ഈ ശക്തി പരിശോധിച്ചാൽ തന്നെ ഈ പ്രദേശം അത്ര വലിയ ഒരു ഇടതുപക്ഷ മേൽക്കൈയുള്ള നാടൊന്നല്ല. അതുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടുന്നവർ, നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മൾ പരസ്പരം അടികൂടേണ്ടവരല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമുണ്ടെങ്കിലും തെറ്റുണ്ടെങ്കിലും ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കേണ്ടവരാണ്. അതിന് പക്വത ആ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുള്ള നേതാക്കന്മാർക്കുണ്ടാകണം. നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു പ്രവർത്തനവും ഉണ്ടാകാറില്ല. CPI എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ എല്ലാ വിഭാഗം ആളുകളുടെയും കൂടെ നടക്കുന്ന പ്രവർത്തകരാണ്. ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഈ നാട് നന്നാകണം, ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും ആണ് ഞങ്ങളുടെ പ്രധാനമായ ഒരു ഉത്തരവാദിത്വം തന്നെ. ഈ പാർട്ടി അതിന്റെ കൂടെ നിൽക്കുന്നതാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും ഈ പാർട്ടി അതിന്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും പ്രവർത്തകനെ ചെറിയ രീതിയിൽ ഭീഷണിപ്പെടുത്തി അവന്റെ പ്രവർത്തനം ഇല്ലാതാക്കാമെന്ന് കരുതുന്ന ഏതെങ്കിലും കിണറ്റിലെ തവളയുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് അവരോട് പറയാനുള്ളത്. പാർട്ടിയുടെ പിന്തുണയോടെയൊന്നല്ല ഇത്തരം ഈ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നത്. പാർട്ടിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനെ ആക്രമിക്കണമെന്നൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നന്നായി പ്രവർത്തിക്കുന്ന പ്രവർത്തകനെ രണ്ട് തല്ലു കൊടുത്താൽ വലിയ ആളായി എന്നുള്ള ധാരണയുള്ള ഈ അക്രമം നടത്തിയവനോട് പറയാനുള്ളത്, ഈ പ്രവർത്തനം ഈ മുന്നണിക്കോ ഈ പ്രസ്ഥാനത്തിനോ ഗുണം ചെയ്യില്ല. ഇത് ഗുണം ചെയ്യുന്നത് ശത്രുക്കൾക്കായിരിക്കും എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഈ പ്രദേശം അതുപോലെയുള്ള പ്രദേശമാണ്. നമ്മൾ തമ്മിൽ നായാട്ടി നായകൾ കടി കഴിയുന്നത് പോലെ കടി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് നമുക്ക് രണ്ടാക്കും തന്നെയാണ് നഷ്ടമുണ്ടാകുക എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ CPIയുടെ പ്രവർത്തനത്തിൽ എന്തിനാണ് നിങ്ങൾക്ക് ദേശാറ്? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾ 1964 വളരെ ചെറുതായി വന്നൊരു പാർട്ടി ഇപ്പോ നാടിന്റെ മുക്കിലും മൂലയിലും പുതിയ ജനങ്ങൾ നമ്മളുടെ കൂടെ വരുമ്പോൾ അതിലെന്തിനാണ് നിങ്ങൾക്ക് അസഹിഷ്ണുത?
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളർച്ച? ജാതി മത വർഗീയ സംഘടനകൾ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഏറ്റെടുത്ത് നടത്തണം. അത് കൂട്ടായി നടത്തണം, ഒറ്റയ്ക്ക് നടത്തേണ്ടത് ഒറ്റയ്ക്കും നടത്തണം. ഈ നാട് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ കൂടി സഹായം ഉണ്ടാകണം. നമ്മളിപ്പോൾ 2 ഭരണം തുടർച്ചയായി നടത്തി 3ാമത് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്ന മുന്നണിയാണെന്നാണ് നമ്മളെല്ലാവരും പറയുന്നതും അത് വരാനിരിക്കുന്നതും. അതിന്റെ നടുവിൽ നമ്മൾ തമ്മിൽ എന്തിനാണ് ശത്രുത? അത് നിങ്ങൾ തിരുത്തണ്ടേ? നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രവർത്തകനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കാകില്ല. ടി.പി. സുനിൽകുമാർ, കെ.സി. കൃഷ്ണൻ, കെ. ശ്രീനിവാസൻ, എ.കെ. രാജൻ, എം. അജേഷ്, പി.കെ. ചിത്രലേഖ തുടങ്ങിയവർ സംസാരിച്ചു.